ഡാർക്ക് ട്രാക്ക് സിനിമയിലെ സംവിധായകൻ AK ശ്രീകുമാർ സാറാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. എന്തൊക്കെയുണ്ട് സർ? ഡാർക്ക് ട്രാക്ക് എന്ന സിനിമ എന്താണ് ആ സിനിമയുടെ ഒരു ഡാർക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഫനേജിൽ വളർന്ന ഒരു പ്രിൻസ് എന്നുള്ള ക്യാരക്ടറും പുള്ളിക്കാരൻ ഒരു ടൈമിൽ മിസ്സാവുന്നുണ്ട്. മിസ്സായി ഓർഫനേജിലെ കുട്ടികള് DGPക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. DGP വന്നിട്ട് SP കേസ് കൈമാറുന്നു. അവര് SP വന്നിട്ട് ഒരു ക്രൂവിനെ ജയിപ്പിക്കുന്നു, ക്രൈം ബ്രാഞ്ച്. ഇതാണ് ഇതിന്റെ ഒരു പ്രിൻസിന് പിന്നെ എന്ത് സംഭവിച്ചു, പ്രിൻസ് എവിടെയാണ്, ഇതാണ് ചോദ്യം. അപ്പോ ഈ സിനിമ, ഈ ഒരു കഥ ഇത് കുറച്ച് നാളായി വർക്ക്ഔട്ട് ചെയ്ത്? കുറച്ച് നാളായി. അപ്പോ ആദ്യം വന്നിട്ട് ഒരു ഷോർട്ട് മൂവി പോലെ ചെയ്യാം എന്ന് സ്റ്റഡി ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ അങ്ങനെ ഇത് എഴുതി പോയപ്പോ ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഞങ്ങള് ഒന്ന് ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോ നമുക്കിതൊരു മൂവി ആക്കാം. അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ അപ്പൊ അവരോട് സംസാരിച്ചു. അപ്പൊ എന്നാ നമുക്കിത് മൂവി ആക്കി കളയാം. അങ്ങനെയാ ഇത് മൂവിയിലോട്ട് മാറിയത്. പ്രത്യേകിച്ചും ക്യാമറയിലാണ് ക്യാമറ ഞാൻ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഡയറക്ടറിലേക്ക് എത്തിയത്. അപ്പോ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? അതും ഇതിനകത്ത് ഈ വർക്കിംഗ് വരുമ്പോൾ എങ്ങനെ അതിനെ ബാലൻസ് ചെയ്യാനായിട്ടൊക്കെ സാധിച്ചു? അല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ ക്യാമറ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒരുപാട് ഡയറക്ടേഴ്സിനോട് നമ്മൾ വർക്ക് ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാ ഡയറക്ഷനിലോട്ട് വന്നത്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചേട്ടൻ ക്യാമറ ചെയ്തു, റിട്ടേൺ ചെയ്തു, തിരക്കഥ എഴുതി, സിനിമാറ്റോഗ്രാഫി ചെയ്തു, ഡയറക്ഷൻ എല്ലാം കൂടെ എങ്ങനെയാണ് ഇതിനെ? അല്ല, ക്യാമറ ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്കൊരു ഇതുണ്ടല്ലോ. ഇപ്പം നമുക്ക് ഡയറക്ഷൻ സൈഡ് ക്യാമറ ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ, നമ്മൾ നോർമലി ഒരു ക്യാമറമാൻ എന്ന ഡയറക്ഷൻ കൂടെ അറിഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായില്ല. എല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട് നന്നായിട്ട് പറ്റി. നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, അസോസിയേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ ആർട്ടിസ്റ്റ് എല്ലാം നല്ല കോപ്പറേറ്റീവ് ആയിട്ട് നമ്മളോട് വർക്ക് ചെയ്തായിരുന്നു. ഈ സിനിമയിലെ നമ്മുടെ ലീഡ് റോളാണ് ഹർഷ സുരേഷ് ചേട്ടൻ ഓൾറെഡി ഒരു സൈബർ സെൽ ഓഫീസറാണ്. പുള്ളിക്കാരൻ സസ്പെൻഡാണ്. പക്ഷേ ഒരു ടൈമിൽ ഈ സസ്പെൻഡ് ആയുള്ള ഹെൽപ്പ് ഈ പോലീസ് ഓഫീസിന് ആവശ്യം വന്നു. അങ്ങനെയാ വീണ്ടും തിരിച്ച് ഇതിലോട്ട് ഈ രമേശൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഹർഷ സുരേഷ് ചേട്ടൻ ഓൾറെഡി ഇതിലോട്ട് ജോയിൻ്റ് ആവുന്നത്. പുള്ളിക്കാരനാണ് ഈ കേസിൻ്റെ വഴിത്തിരിവ് ഇവരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട്സിന് ഒരു കാരണവശാലും ഈ പറഞ്ഞല്ലോ ഓർഫനേജിലെ കുട്ടികൾ DGPക്ക് മെയിൽ ചെയ്തെന്ന് പറയുന്നു. പക്ഷെ ഓർഫനേജിലെ കുട്ടികൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, DGPയുടെ മെയിലിലോട്ട് മെയിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുട്ടികൾ പിള്ളേരാണ്. അപ്പോൾ ആ കുട്ടികൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, മെയിൽ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരു സസ്പെൻസിൽ കിടപ്പുണ്ട്. പിന്നെ ഫ്രണ്ട്സിന് എന്ത് സംഭവിച്ചു, ഇതാണ് ശരിക്കും ഒരു ത്രില്ലറാണ്. ത്രില്ലറാണ്. നമുക്ക് സസ്പെൻസ് ത്രില്ലറാണ്. ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മളൊരു ഇതിലൊരു 16ഓളം ന്യൂ ഫേസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും 22 ക്യാരക്ടറുകളുണ്ട്. 22 ക്യാരക്ടേഴ്സിനും എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ്. ആരും വെറുതെ വന്നിട്ട് ഒന്നും പോയില്ല. എല്ലാവർക്കും അതായത് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ സുരേഷ് ഏട്ടൻ അങ്ങനത്തെ ഒരു റോള്, പിന്നെ ബാക്കിയുള്ള എല്ലാവരും ന്യൂ ഫേസസ്. ഈ ന്യൂ ഫേസുകളെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ആ കാസ്റ്റിനെ നമ്മൾ റെഡി ആക്കുമ്പോൾ കാസ്റ്റ് ഞങ്ങള് ആദ്യം ഹീറോയിനെ വേറൊരു ക്യാരക്ടർ സെലക്ട് ചെയ്തത്. പക്ഷെ അവർക്ക് നമ്മൾ ഓൺലൈൻ എന്ത് ചെയ്യാൻ റിഹേഴ്സൽ ചെയ്യിപ്പിക്കുമായിരുന്നു. ഓൺലൈനിൽ എല്ലാം ഈ 17 പേരിൽ ഏകദേശം ഒരു 12ഓളം പേർക്ക് ഓൺലൈനായിരുന്നു. ഓൺലൈനിൽ ഇവർക്ക് റിഹേഴ്സൽ ചെയ്യിപ്പിച്ച് ഡയലോഗ് ബൈ ഹാർട്ടാക്കി പ്രോംപ്റ്റിംഗ് ഇല്ലാതെ കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ ഒരു പുതിയ ഒരു സാങ്കേതികതയും കൂടെ നമ്മൾ അതിനകത്തേക്ക് യൂസ് ചെയ്തു. അല്ല, നമ്മൾ സാധാരണ ഒറ്റ വന്ന റിഹേഴ്സലിന് നമ്മളിപ്പോ എവിടെയെങ്കിലും വരുത്തും, അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇപ്പോ ഒരു സീനിൽ 3 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ 3 ക്യാരക്ടേഴ്സിനെ ഓൺലൈനിൽ കൊണ്ടുവരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഇന്നോവേറ്റീവ് ആയ ഐഡിയയും യൂസ് ചെയ്തു. ശരിക്കും പ്രൊഡ്യൂസേഴ്സിനും ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. കാരണം അവർക്കും കൂടുതൽ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അല്ല, പല ഘട്ടങ്ങളിലും ഇടയ്ക്ക് വന്നിട്ട് സ്റ്റോപ്പുള്ള അവസ്ഥ വരെ ആയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എന്നോട് പ്രൊഡ്യൂസർ, ഇപ്പൊ നമുക്കൊരു 1-2 എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോഴും അവരൊക്കെ ഒരു ടൈം ആയപ്പോ പിന്നോട്ട് പോയി. അപ്പോ എന്റെ പ്രൊഡ്യൂസർ കാശ് പോയി, അല്ലെ എന്റെ കാശ് പോയി, എന്റെ ഇത്രയും കാശ് പോയി എന്നും പറഞ്ഞില്ല. എന്നോട് ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ, ഇതെന്ത് ചെയ്യണം, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം.
അങ്ങനെ എനിക്കൊരു ധൈര്യം പ്രൊഡ്യൂസർ ആയിരുന്നു. നമ്മുടെ ക്രൂ എന്ന് പറഞ്ഞാൽ വലിയൊരു സപ്പോർട്ടായിരുന്നു. എല്ലാവരും നമ്മള് എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. നമ്മളെ ആർട്ട് അനിൽ പോരാണി പുള്ളിക്കാരൻ എന്ത് ചെയ്യാം നമുക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരൻ ഒരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്, അതിലൊരു കുട്ടപ്പൻ എന്നൊരു ക്യാരക്ടർ, അത്രയും ഇമ്പോർട്ടന്റ് ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. ഇതിപ്പോ ഇതില് എത്ര സോങ്സുകളൊക്കെ? 2 സോങ്. മ്യൂസിക് ഡയറക്ടർ പുതിയ ഒരാളാണ്, സന്തോഷ് ഗോപാല്. പിന്നെ പുഷ്പാവതി ചേച്ചി ഒരു സോങ് പാടിയിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസറിന്റെ മകളൊരു സോങ്. എവിടായിരുന്നു നമ്മുടെ ഷൂട്ടിംഗ് ഒക്കെ? ഷൂട്ടിങ് അടൂര്, ശാസ്താംകോട്ട, ഒരു ഗ്രീൻ ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഗ്രീൻ ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് അത് അടൂര്, പത്തനംതിട്ട, കോന്നി ആ ഭാഗത്തായിരുന്നു. ആ ഒരു ഗോഡൌൺ ആയിരുന്നു. അവിടെ ഞങ്ങൾക്ക് നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കോന്നിയില്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട്സുകളും എല്ലാം നന്നായിട്ട് കിട്ടി. നന്നായിട്ട് എന്റെ ഫ്രണ്ട് സർക്കിളിൽ എഡിറ്റർ ആയാലും പിന്നെ എല്ലാം മേക്കപ്പ്, കോസ്റ്റ്യൂംസ് എല്ലാവരും നമ്മളോട് സപ്പോർട്ട് ചെയ്ത്. പിന്നെ എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരായിരുന്നു ഇവരെല്ലാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളും പുതിയതായിട്ടാണ് ഇതില്. ഞാൻ ഇപ്പൊ എന്റെ ഫസ്റ്റ് മൂവിയാ ഡയറക്റ്റ് ചെയ്യുന്നത്, റൈറ്റിലും ഫസ്റ്റ് മൂവിയാ. അപ്പോ ഞാൻ ഒരു 10 വർഷത്തോളം ക്യാമറ ബിജോയ് ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നത്, വർക്ക് ചെയ്തത്. സന്തോഷിന്റെ അസോസിയേറ്റ് ആയിരുന്നു ബിജോയ് ചേട്ടൻ. സിദ്ധാർത്ഥ ഒരുപാട് പടം ചെയ്തു, ഹിന്ദി 2-3 പടം ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് ചേട്ടന്റെ കൂടെ അസിസ്റ്റന്റ് പേരും പോവും. പക്ഷെ ഞാൻ 10 വർഷം കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഹിന്ദി മൂവി ഒക്കെ ചെയ്യുമ്പോൾ സെക്കൻഡ് യൂണിറ്റ് ക്യാമറാനായിരുന്നു ഞാൻ. പിന്നെ മലയാളത്തിൽ ചെയ്തത് മിസ്റ്റർ ബംഗാളി റിയൽ ഹീറോ എന്ന് പറഞ്ഞിട്ട് അരിഷ്ട സുരേഷിന്റെ ഹീറോ ആയ മൂവിയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെ ജോയിൻ ആവുന്ന ഒരു സെക്കൻഡ് ഫിലിമും കൂടെയാണ്. അങ്ങനത്തെ പ്രത്യേകതയും കൂടെയുണ്ട്. അതെ, സെക്കൻഡ് മൂവിയും കൂടെ. അതില് ക്യാമറമാൻ ആയിട്ടാണ് മിസ്റ്റർ ബംഗാളി ക്യാമറമാനായിട്ട് ചെയ്തത്. ഓക്കെ. അതിൽ നിന്നും മാറി ഡയറക്ടറിലേക്ക് നമ്മൾ ചെയ്യാൻ വന്നപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു മൂവി ചെയ്തായിരുന്നു, കോവിഡ് സമയത്ത് ഡയറക്ട് ചെയ്തായിരുന്നു. അപ്പോ ആ കോവിഡിന്റെ ഒരു പ്രശ്നം കൊണ്ട് തിയേറ്ററിൽ കൊണ്ടുവരാനൊന്നും പറ്റിയില്ല. അത് പുറത്ത് കൊണ്ടുവരണമെന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ ഇരിപ്പുണ്ട്. ഇപ്പോഴും വെയിറ്റിംഗിനാണ് നല്ലൊരു സാഹചര്യം എത്തുമ്പോൾ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെ. ഇത് ഫസ്റ്റ് അല്ല, സെക്കൻഡ് വൺ ആണ്. സെക്കൻഡ് വൺ. പക്ഷെ അത് പുറത്തിറങ്ങിയില്ല. കുറച്ച് അന്ന് കോവിഡ് ഒക്കെ വന്നു, അങ്ങനെ ഫിനാൻഷ്യൽ പ്രശ്നമായി, എല്ലാം സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പറ്റിയത്. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസുകളായിരുന്നു ആ സിനിമയിൽ. എത്ര ദിവസത്തെ ഷൂട്ട്? ഞങ്ങള് മൊത്തം 23 ദിവസത്തെ ഷൂട്ടായിരുന്നു. 23 ദിവസത്തെ ഷൂട്ട്. അത് ഈ അടൂരും പരിസരമായിരുന്നു. നമ്മളിത് ഈ കഥ ചേട്ടൻ എഴുതുമ്പോൾ നമ്മൾ റിയലി ഇൻസ്പയർഡ് ആയിട്ടുള്ള സ്റ്റോറീസുകൾ, അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തതായിരുന്നു ഇത്, അതോ ശരിക്കും അല്ല? 1-2 അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് 1-2 അനുഭവങ്ങൾ എനിക്ക് നേരിട്ട് അറിയാന്നുള്ള അനുഭവങ്ങൾ ഇതില് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം അല്ല. ആ അനുഭവത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇപ്പൊ ഈ ജെറിയുടെ ഒരു ക്യാരക്ടർ ഹീറോയിന് ജെറി ഒരു സമയത്ത് വേണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് അറിയാവുന്ന 1-2 കാര്യങ്ങളാണ്. അതൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഒരു സിനിമയ്ക്കകത്ത് ആർട്ടിഫിഷ്യാലിറ്റികൾ കയറുമ്പോഴും സത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്കത് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. അത് ഇതിൽ മെയിൻറ്റൈൻഡ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി പ്രത്യേക ഓൺലൈൻ എഴുതി, സ്റ്റോറി എഴുതി ഒന്നും ചെയ്യത്തില്ല. സ്ക്രീൻ പ്ലേ ഉൾപ്പെടെ ഡയലോഗ് ഉൾപ്പെടെ എഴുതിപ്പോ സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്തു. അപ്പോ ഇതൊക്കെ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്? അല്ല, പഠിച്ചിട്ടില്ല. അങ്ങനെ ഇടയ്ക്ക് ചെറിയ ഷോർട്ട് ഫിലിമിനൊക്കെ എഴുതുമായിരുന്നു. ചെറിയ ഫ്രണ്ട്സിന് വേണ്ടി ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ എഴുതുമായിരുന്നു. അപ്പൊ ഇങ്ങനെ എഴുതി അങ്ങനെ വന്നതാ. ഇപ്പം തന്നെ എഴുതാനുള്ള ഇതുണ്ട് ക്യാമറയിൽ നിൽക്കുമ്പോഴാണെങ്കിലും. അതെ. അതായപ്പോ നമ്മുടെ ആ കഴിവിനെ ഒന്ന് എന്ത് ചെയ്തു ചെയ്യാം എന്ന് കരുതി. അപ്പൊ ഞാൻ പ്രൊഡ്യൂസറിനോട് ഫുൾ സ്ക്രിപ്റ്റ് ഏൽപ്പിച്ചതിന് ശേഷം പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് വായിച്ചിട്ട് ഓക്കെ സാറേ നമുക്കിത് ചെയ്യാം, പിന്നെ വേറെ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഓരോരുത്തരെ എന്ത് ചെയ്തു, അപ്പോൾ ഈ നമ്മളെ ഹീറോയിൻ റിൻസിക്ക് പകരം ആദ്യം 2 പേരെ നോക്കി. പക്ഷെ അവർക്ക് പെട്ടെന്ന് ഒരാൾ എയർഫോഴ്സായിട്ട് പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ടി വന്നു. ഒരു 10 ദിവസത്തോളം അവളെ ട്രെയിനിങ് ആയിരുന്നു. നമ്മൾ ഓൺലൈൻ ട്രെയിനിങ് ചെയ്യിപ്പിച്ചു. നോ ഫേസാ ട്രെയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ കൊണ്ടുവന്നു. പക്ഷെ പെട്ടെന്ന് വിളിച്ചു സാറ്. എന്നിട്ട് ആ കുട്ടി എന്നോട് ചോദിക്കുക, സാർ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യണോ? എയർഫോഴ്സിൽ കിട്ടിയത്. അപ്പോൾ ഓക്കെ, അത് നോക്കണ്ട, ഒരു സിനിമ നോക്കണ്ട, ഓക്കെ ചെയ്തോളാൻ പറഞ്ഞു. കാസ്റ്റിംഗ് കോൾ വഴിയല്ല, നമ്മള് ഫ്രണ്ട് സർക്കിളിൽ ഓക്കെ ഞങ്ങൾ കുറച്ച് പേരെ സെലക്ട് ചെയ്തു. ഇപ്പൊ എന്റെ ഫ്രണ്ട് സർക്കിളിൽ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം നമ്മളെ കോസ്റ്റ്യൂമർ ശ്രീ ചേച്ചി വഴിയാണ്
ശ്രേഷിച്ച് വഴി ആണ് നമുക്ക് ഹീറോയിനെ കിട്ടിയത്. അപ്പൊ ഈ പലരെയും ഇങ്ങനെ വരുന്നു. അപ്പൊ ഈ ക്യാരക്ടറിന് പറ്റിയ ഒരാളെ അങ്ങനെ കാസ്റ്റ് ചെയ്തത്. പുതുമുഖങ്ങളെ തന്നെ നമുക്ക് എപ്പോഴും ഇപ്പോ ആളുകൾ വലിയ വലിയ ബഡ്ജറ്റുകളില് നമ്മൾ വലിയ വലിയ മൂവീസുകൾ ചെയ്തു പോകുമ്പോൾ പുതുമുഖങ്ങളെ വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ പുതുമുഖങ്ങളിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ തിയേറ്ററിൽ നിന്നായാലും ഇപ്പോ പലരും നമുക്ക് ചില സമയങ്ങളിൽ നല്ലൊരു ഒരു പോസിറ്റീവ് നമുക്ക് കിട്ടുന്നില്ല പല സ്ഥലങ്ങളിൽ. അപ്പൊ നമ്മൾ തിയേറ്റർ സപ്പോർട്ട് ചെയ്യണം. പിന്നെ അങ്ങനെയൊക്കെ കുറെ ഇത് നമുക്ക് തീർച്ചയായിട്ടും വരുമെന്ന് തന്നെയാണുള്ള വിശ്വാസമാണ്. വളരെ നല്ലൊരു തീമാണ് അത് ഇനി ഓഡിയൻസ് തീരുമാനിക്കണം. ഞങ്ങൾ എനിക്ക് വേണ്ടി സിനിമ ചെയ്യാൻ പറ്റില്ല, ഒരു ഡയറക്ടർ. ഓഡിയൻസിന് എന്താണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഫ്ലോപ്പ് ആവും. അതിന്റെ ആ ഒരു ഇനി ഓഡിയൻസ് തിയേറ്ററിൽ വന്നിട്ട് ഓഡിയൻസ് എങ്ങനെയാണ് വരണം എന്നുള്ളൊരു ഇത് വേണം. എന്തായാലും അത് അങ്ങനെ തന്നെ എത്തട്ടെ.